ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ നമ്മുടെ മൊഡ്യൂളിൻ്റെ തേർഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് സിമെട്രിക് ആൻഡ് അസിമെട്രിക് FIR ഫിൽറ്റേഴ്സിൻ്റെ ആ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞ ആ ഒരു സെഷൻ. അപ്പോൾ ഇത് വേറൊന്നും അല്ല, നമ്മൾ ഇത്രയും നേരം പഠിച്ച വിൻഡോസും ഒക്കെ കൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്തില്ല. അതിനകത്ത് എന്താണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് സിമെട്രിക് ആൻഡ് ആൻറ്റിസിമെട്രിക് ഫിൽറ്റേഴ്സിൻ്റെ FIR ഫിൽറ്റേഴ്സിൻ്റെ ഡിസൈനിനെ കുറിച്ചാണ്. സോ ആൻ FIR ഫിൽറ്റർ ഓഫ് M with input x of n and output y of n is described by a difference equation. അപ്പോൾ നമുക്കൊരു FIR ഫിൽറ്ററിനെ നമുക്ക് എന്താ പറയുക എങ്ങനെ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറയുന്നത് ഒരു ഡിഫറൻസ് ഇക്വേഷൻ വെച്ചിട്ടാണ്. അതായത് y of n is equal to b0 into x of n plus b1 into x of n minus 1 plus etc plus bm minus 1 into x of n minus m plus 1. അപ്പോൾ അതിങ്ങനെ നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓർ ഇറ്റ് വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ യൂസ് ചെയ്തിട്ട് എഴുതുമ്പം സമ്മേഷൻ k ഈക്വൽ ടു 0 to m minus 1, അതായത് m ഓർഡേഴ്സ് ആണുള്ളത്, അതുകൊണ്ട് തന്നെ m കോഎഫിഷ്യൻസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ k ഈക്വൽ ടു 0 to m minus 1 bk ഇൻറ്റു എക്സ് ഓഫ് n മൈനസ് k, അതായത് b0 മുതൽ bm minus 1 വരെ, അതുകൊണ്ടാണ് k നമുക്ക് വേരി ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ എക്സ് ഓഫ് n മുതൽ എക്സ് ഓഫ് n മൈനസ് m പ്ലസ് 1 വരെ, അതുകൊണ്ടാണ് നമ്മൾ n മൈനസ് k എന്ന് എഴുതിയത്. സോ ഇറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് bk ഈസ് ദ filter coefficient. Or y of n is equal to summation k equal to 0 to m minus 1 h of k into x of n minus k. അതായത് ഈ ബി കെക്ക് പകരം നമ്മൾ എന്ത് എഴുതി, h of k എന്ന് എഴുതി. അപ്പോൾ അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതി. ഇനി ലിമിറ്റ്സ് തരുന്നത് k ഈക്വൽ ടു 0 to m minus 1 എന്ന് പറഞ്ഞാൽ അത് കോസാലിറ്റിയും ഫൈനൈറ്റ് ഡ്യൂറേഷൻ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് വേറൊന്നുമില്ല, അതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ ഈ ഇക്വേഷൻ എന്ത് എഴുതാം, ബി കെ ഈക്വൽ ടു h of k എന്ന് നമുക്കറിയാം, വേർ k ഈക്വൽ ടു 0 1 2 etc up to m minus 1. Now the filter can be characterized by its system function. നമുക്കൊരു ഫിൽറ്ററിനെ അതിൻ്റെ സിസ്റ്റം ഫംഗ്ഷൻ വെച്ചിട്ട് ക്യാരക്ടറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് h of z is equal to summation k equal to 0 to m minus 1 h of k into z minus k. അപ്പോൾ നമുക്കറിയാം, നമുക്ക് അതിൻ്റെ z ടേംസിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്. അതാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മുടെ h of z is equal to summation k equal to 0 to m minus 1 h of k into z power minus k. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഹിയർ പോളിനോമിയൽ ഓഫ് ഡിഗ്രി m minus 1 ഇൻ ദ വേരിയബിൾ z minus 1. അപ്പം m minus 1 വരെയുള്ള പോളിനോമിയൽ വരും അല്ലേ, z പവർ മൈനസ് k. അതുപോലെ തന്നെ m minus 1 വരെയുള്ള ഒരു പോളിനോമിയൽ വരും, അതായത് z പവർ മൈനസ് 1 ഇൻറ്റു z പവർ m minus 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരികയല്ലേ. അതാണ് നമ്മളിവിടെ പറഞ്ഞ h of zൻ്റെ കാര്യം പറഞ്ഞത്. ഇനി റൂട്ട്സ് ഓഫ് പോളിനോമിയൽ കോൺട്രിബ്യൂട്ട് ടു ദ സീറോസ് ഓഫ് ദ ഫിൽറ്റർ. നമുക്കറിയാം അതിൻ്റെ റൂട്ട്സ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ട് ആ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള റൂട്ട്സ് ആണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു റൂട്ട്സ് ആണ് നമ്മൾ ഫിൽറ്ററിൻ്റെ സീറോസ്, അതായത് ഫിൽറ്ററിൻ്റെ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നത്. FIR ഫിൽറ്റർ ഹാസ് ലീനിയർ ഫേസ് ഇഫ് ഇറ്റ്സ് യൂണിറ്റ് സാമ്പിൾ റെസ്പോൺസ് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ h of n is equal to plus or minus h of m minus n into m minus n. അതാണ് ഇക്വേഷൻ നമ്പർ 4. അതായത് ഫിൽറ്ററിൻ്റെ ഫിൽറ്ററിന് ലീനിയർ ഫേസ് ഉള്ളത് എപ്പോഴാണെന്നാണ് പറഞ്ഞത്. FIR ഫിൽറ്റർ ഹാസ് ലീനിയർ ഫേസ് ഇഫ് ഇറ്റ്സ് യൂണിറ്റ് സാമ്പിൾ റെസ്പോൺസ് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്ത് പറയത്തുള്ളൂ, ലീനിയർ ഫേസ് ഫിൽറ്റർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. വെൻ സിമെട്രി ആൻഡ് ആൻറ്റിസിമെട്രി കണ്ടീഷൻസ് ആർ അപ്ലൈഡ് ഇൻ 4 ആർ ഇൻകോർപ്പറേറ്റഡ് ടു 3. അതായത് ഈ 4ലെ സിമെട്രിക്കും ആൻറ്റിസിമെട്രിക്കും ഫീച്ചേഴ്സ് നമ്മളിവിടെ 3ലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ 3ലെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ എഴുതിയതിനകത്ത് അതിനകത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം h of z is equal to h of 0 plus h of 1 into z power minus 1 plus h of 2 into z power minus 2 etc plus h of m minus 2 into z power minus of m minus 2 plus h of m minus 1 into z power minus of m minus 1. ഓക്കെ, അത് നമ്മൾ എഴുതി. This will be equal to z power minus m minus 1 by 2 into h of m minus 1 into 2. അതായത് നമ്മൾ അതിനകത്ത് നിന്ന് എന്തിനെ പുറത്തെടുത്തു, z പവർ മൈനസ് ഓഫ് m minus 1 by 2നെ പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, h of m minus 1 by 2 plus summation n equal to 0 to m minus 3 by 2 into h of n into z power m minus 1 minus 2k by 2
മൈനസ് സെറ്റ് പവർ മൈനസ് എം മൈനസ് 1 മൈനസ് 2k/2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പം ഈ ഒരു കാര്യം നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇവിടെ എന്താ പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യല്ലേ, സെറ്റ് പവർ മൈനസ് എം മൈനസ് 1 ഇൻറ്റു അല്ലെങ്കിൽ സെറ്റ് പവർ മൈനസ് എം മൈനസ് 1/2 ഇൻറ്റു എന്ന് പറഞ്ഞ് നമ്മൾ മറ്റതിനെ മൾട്ടിപ്ലൈ ചെയ്യില്ല, ആ ഒരു പോർഷനാണ് ഈ ഭാഗം വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കറക്റ്റ് ചിലതിനില്ലാതെ ചിലതിനുണ്ട് അങ്ങനെ വന്നിട്ട് നമുക്ക് കോഎഫിഷ്യൻസ് കിട്ടുന്നത്. സോ ഹിയർ ഇറ്റ് വിൽ ബി ഈക്വൽ ടു സെറ്റ് പവർ മൈനസ് എം മൈനസ് 1/2 ഇൻറ്റു സമ്മേഷൻ n ഈക്വൽ ടു 0 ടു m മൈനസ് 2 മൈനസ് m/2 മൈനസ് 1 ഇൻറ്റു h ഓഫ് n ഇൻറ്റു സെറ്റ് പവർ എം മൈനസ് 1 മൈനസ് 2k/2 പിന്നെ ആട്ടും. അതായത് ഇവിടെ എന്താ ഡിഫറൻസ് വന്നത്, ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത് സെറ്റ് പവർ മൈനസ് എം മൈനസ് 1/2 എന്നാണ് പറഞ്ഞത്. പക്ഷേ അതുപോലെ സമ്മേഷൻ വന്നേക്ക് നോക്കി n ഈക്വൽ ടു 0 ടു പിന്നെ m മൈനസ് 3/2. അപ്പോൾ അതേപോലെ ഇവിടെ എന്താ വരിക, ഇവിടെ വന്നേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ സമ്മേഷൻ വന്നത് m/2 മൈനസ് 1 ആണ്. അതാണ് ഈ ഈവനിലെ ഓഡിലെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞത്. ഇത് ഓഡിൻ്റെതും അതായത് -3/2 എന്ന് പറയുന്നത് ഓഡിൻ്റെതും ഇവിടെ m/2 മൈനസ് 1 എന്നുള്ളത് ഈവൻ്റെതും. അതാണ് ഈവനും ഓടും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്തത് ഓഡ് വച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തത്, അതായത് ഈ ഒരു സംഭവമാണ് നമ്മൾ ഇത്രയും നേരം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഓഡ് വരുമ്പം ഈവൻ വരുന്ന സമയത്ത് അതിന് ഡിഫറൻസ് വരും. ഓക്കെ, now if we substitute set power minus 1 for set in 3, അപ്പം ഈ സെറ്റ് പവർ മൈനസ് 1-നകത്ത് 1ൻ്റെ വാല്യൂ നമ്മളിവിടെ സെഡിൻ്റെ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുന്നു. ഇൻ 3-കകത്തെ സെഡിൻ്റെ വാല്യൂവിൽ ഇവിടെ സെഡിൻ്റെ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വി ഗെറ്റ് സെറ്റ് പവർ മൈനസ് എം മൈനസ് 1 ഇൻറ്റു എച്ച് ഓഫ് സെഡ് ഇൻവേഴ്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എച്ച് ഓഫ് സെഡ് എന്ന് നമുക്ക് കിട്ടും. അതായത് ഈ പ്ലസ് ഓർ മൈനസ് പറഞ്ഞേക്കുന്ന ഓഡിനും ഈവനും ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. Here we have h of z and h of z power minus 1 have identical roots. അപ്പോൾ നമുക്കറിയാം അതിന് രണ്ടും ഐഡന്റിക്കൽ റൂട്ട്സ് ആണല്ലേ വരുന്നത്. നമ്മൾ ചെയ്യുന്ന സമയത്ത് രണ്ട് ഐഡന്റിക്കൽ റൂട്ട്സ് വരത്തില്ല രണ്ട് കാര്യത്തിന്, അതാണ് ഈ പറയുന്നത്. If z1 is root then 1/z1 is also a root. If h of n is real and complex valued, the roots must be in complex conjugate pairs. If z1 is a complex valued root, so is z1 star. അപ്പോൾ z1 complex valued root ആണെങ്കിൽ അതുപോലെ തന്നെ z1 star എന്താണ്, ഒരു റൂട്ടാണ്. ഹെൻസ് എച്ച് ഓഫ് എസ് z also has a 0 at 1/z1 star. The frequency response of characteristics are obtained by evaluating equation number 5 in a unit circle. അതായത് ഈ ഇക്വേഷൻ നമ്പർ 5-ന് നമുക്കൊരു യൂണിറ്റ് സർക്കിളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇപ്പോൾ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് Z3 ഒരു റൂട്ടാണെങ്കിൽ അതുപോലെ Z3 സ്റ്റാർ ഒരു റൂട്ടാണ്, Z1 ഒരു റൂട്ടാണെങ്കിൽ Z1 സ്റ്റാർ ഒരു റൂട്ടാണ്. അങ്ങനെ when h of n is equal to h of m minus 1 minus n plus omega can be repressed as. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. എച്ച് ഓഫ് എന്നിനെ തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എച്ച് ഓഫ് ഒമേഗനെ നമുക്ക് എങ്ങനെ, എച്ച് ഓഫ് ഒമേഗ എന്നാണ് ഇത്, എച്ച് ഓഫ് ഒമേഗനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. എച്ച് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് ഒമേഗ ഇൻറ്റു ഇ പവർ മൈനസ് ജെ ഒമേഗ ഇൻറ്റു എം മൈനസ് 1/2. ഇനി എച്ച് ആർ ഓഫ് ഒമേഗ ഒരു റിയൽ ഫംഗ്ഷൻ ഓഫ് ഒമേഗ ആണ് എങ്കിൽ അതിൻ്റെ റിയൽ ഫംഗ്ഷൻ്റെ ടേമിൽ നമുക്ക് എഴുതാം. എച്ച് ആർ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് എം മൈനസ് 1/2 പ്ലസ് 2 ഇൻറ്റു എം മൈനസ് 3/2 സമ്മേഷൻ n ഈക്വൽസ് ടു എച്ച് ഓഫ് എൻ കോസ് ഒമേഗ ഇൻറ്റു എം മൈനസ് 1/2. അപ്പോൾ ഇതെന്താണ്, ഇത് നമ്മുടെ ഓഡിൻ്റെതാണ് നമ്മൾ ചെയ്യുന്നത്, ഇത് ഈവൻ്റെത്. അതായത് ഇതിപ്പോൾ പറയുന്നത് എച്ച് ഓഫ് ഒമേഗ ഫ്രീക്വൻസിയുടെ ടേമിലാണ് കേട്ടോ. ഇത് നമ്മൾ ഈ ഭാഗം നമ്മൾ ചെയ്യാത്തതാണ്, നമ്മൾ അപ്പുറം വരെ ചെയ്തിട്ടുള്ളൂ. ഇനി അതേപോലെ തന്നെ ഫേസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, ഇത് നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്യുന്നില്ല. തീറ്റ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഒമേഗ ഇൻറ്റു എം മൈനസ് 1/2. അതുപോലെ ഇഫ് എച്ച് ആർ ഓഫ് ഒമേഗ ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 0 ആണെങ്കിൽ അതിനോടൊരു പൈ കൂടി ആഡ് ചെയ്യും. വെൻ എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എച്ച് ഓഫ് എം മൈനസ് 1 മൈനസ് എൻ. ഇവിടെ നമ്മൾ പറഞ്ഞത് എച്ച് ഓഫ് എം മൈനസ് 1 മൈനസ് എൻ ആയിരുന്നു, ഇവിടെ മൈനസ് ഓഫ് എച്ച് ഓഫ് എം മൈനസ് 1 മൈനസ് എൻ ആണെങ്കിൽ, അതായത് യൂണിറ്റ് സാമ്പിൾ റെസ്പോൺസ് ആണെങ്കിൽ, ആൻറ്റി സിമെട്രിക് ആണെങ്കിൽ, ഇത് സിമെട്രിക്കിൻ്റെ കാര്യമാണ്, ഇത് ആൻറ്റി സിമെട്രിക് ആണെങ്കിൽ ഫോർ എം ഓഡ് ദ counter point of antisymmetric h of n is equal to m minus 1/2. Consequently, h of m minus 1/2 equal to 0. If m is even, each term of h in h of n has a matching term of opposite sign. അപ്പോൾ h of omega equal to hr of omega into e raised to j into മൈനസ് ഓഫ് ഒമേഗ ഇൻറ്റു എം മൈനസ് 1/2 പ്ലസ് π/2 വേർ ഇതേപോലെ തന്നെ നമ്മൾ എന്തിനാണ് ആൻറ്റി സിമെട്രിക്കിന്. അപ്പോൾ ഇത് നമ്മൾ സിമെട്രിക്കിൻ്റെയാണ് ഈ പറഞ്ഞത്, അതേപോലെ ആൻറ്റി സിമെട്രിക്കിന് നമ്മൾ പറയാമെന്ന്.
ഫേസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇനി അതേപോലെ ഇതിൻ്റെ ഫേസ് ക്യാരക്ടറിസ്റ്റിക്സും അതായത് തീറ്റ ഓഫ് ഒമേഗ എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞു മൈനസ് ഓഫ് ഒമേഗ ഇൻറ്റു എം മൈനസ് 1/2 ആണ് ഇവിടെ π/2 മൈനസ് ഒമേഗ ഇൻറ്റു എം മൈനസ് 1/2 ഇവിടെ 3π/2 മൈനസ് ഒമേഗ ഇൻറ്റു എം മൈനസ് 1/2 അപ്പോൾ അതാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്. The problem of FIR filter design is to simply determine m coefficient of h of n. അപ്പോൾ നമുക്ക് എന്താണ് മെയിൻ ആയിട്ടുള്ളൊരു FIR filter ഡിസൈനിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്താ ചെയ്യുന്നത് അതിൻ്റെ m കോഎഫിഷ്യൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതാണ് അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതാണ് നമ്മുടെ FIR filter ഡിസൈൻ. അപ്പം സിമെട്രിക്കിൻ്റെ ഇതാണ്, അതുപോലെ ആൻറ്റി സിമെട്രിക്കിൻ്റെ ഇതാണ്. സിമെട്രിക്കിനും ആൻറ്റി സിമെട്രിക്കിനും സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ സിമെട്രിക് ആൻഡ് ആൻറ്റി സിമെട്രിക് FIR ഫിൽറ്റർ ഡിസൈനിൽ വരുന്നത്. ഓക്കെ.